ഹലോ എവ്രിവൺ. ഇന്നൊരു വാഴക്കൂമ്പ് തോരനാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ഹൃദയത്തിൻ്റെ ആകൃതിയും ഹൃദയത്തിൻ്റെ നിറവും ഉള്ളതിനാൽ ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഉത്തമമാണെന്നാണ് നമ്മുടെ പഴമക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പഴമക്കാർ പറഞ്ഞതൊന്നും നമുക്ക് തള്ളിക്കളയേണ്ടതില്ല. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. ഞാനിവിടെ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ നാരൊന്നും കളയുന്നില്ല കേട്ടോ. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ കറയൊക്കെ നമുക്കൊന്ന് പോയി കിട്ടണം. കറ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, പക്ഷേ അതിൻ്റെ തീക്ഷ്ണത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് തയ്യാറാക്കിയെടുത്താലോ. അതിനായിട്ട് ഞാനൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഏകദേശം ചൂടായതിനു ശേഷം നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ഒരു വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് ഇങ്ങനെയൊന്ന് വറുത്തെടുക്കാം. കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ടിട്ട് നമ്മുടെ വാഴക്കൂമ്പ് അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നാരുകളൊക്കെ അതേപോലെ തന്നെയുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പാകമായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വെള്ളത്തിലിട്ട് കൊടുത്ത സമയത്ത് ഇതിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ടുള്ള തേങ്ങയുടെ അരപ്പാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക്, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, കരിവേപ്പില ഇവയൊക്കെ ചേർത്തിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. അരച്ചെടുക്കുന്നില്ല, ഒതുക്കിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മളിത് ആവിയിൽ വെച്ചാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒന്ന് പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇത് അങ്ങനെ ഒട്ടിപ്പോകുന്നൊന്നുമില്ല കേട്ടോ. ഇതിൽ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. വാഴക്കൂമ്പൊക്കെ അലിഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ ആവിയിൽ തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മൾ ഈ ഉപ്പേരികളിലൊക്കെ ഇലകളിലൊക്കെ അങ്ങനെ ഓവറായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ശരീരത്തിനൊക്കെ ഒരുപാട് ഗുണം തരുന്ന ഈ ഒരു വാഴക്കൂമ്പിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ.